Hi friends, എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യൂജിൻ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ചുമ, ശ്വാസമുട്ടൽ, അതേപോലെ തന്നെ ജലദോഷം എന്നീ പ്രശ്നങ്ങൾക്ക് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് വന്നൊരു മെസ്സേജാണ്, ചുമ വന്നിട്ട് മാറുന്നില്ല, മരുന്ന് കഴിച്ചു, എന്നിട്ട് ഒരു ചെണ്ട കൊട്ടുന്ന പോലെ ശബ്ദത്തിൽ ഭയങ്കര ചുമയാണ്, അത് മാറി കിട്ടുന്നില്ല എന്നുള്ളത്. അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. നമ്മുടെ പഴയ ആൾക്കാരൊക്കെ യൂസ് ചെയ്തിരുന്നൊരു കാര്യമാണ് ആടലോടകം എന്ന് പറയുന്ന ഒരു ഹെർബൽ പ്ലാന്റ് ഉപയോഗിച്ചിട്ട്. അത് നമ്മുടെയൊക്കെ പറമ്പിലൊക്കെ ചിലപ്പോൾ കാണും, ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ വീട്ടിലും വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ഔഷധ സസ്യം തന്നെയാണ് ആടലോടകം. അപ്പോൾ എനിക്ക് ഈ അടുത്താണ് ആടലോടകം സംഘടിപ്പിക്കാൻ കഴിഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുവന്ന് ചെടി ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ചുമ മാറ്റിയെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ്റെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഉടനുകൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ കൊച്ചു ഹോം റെമഡീസിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ആടലോടകമാണ് ഇത്. ഞാൻ ഈ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ച് വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇല പറിക്കാനായിട്ടൊരു വിഷമമാണ്. ഇപ്പോൾ ചുമ, ശ്വാസതടസം മുതലായവയ്ക്ക് നമുക്ക് കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് ആടലോടകം. അപ്പോൾ കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് കൂടി ഈ വീഡിയോയിൽ ഞാൻ ലാസ്റ്റ് പറയാം. ഇപ്പോൾ നമ്മൾ മുതിർന്നവർക്കുള്ളതാണ് ആദ്യം പറയുന്നത് കേട്ടോ. നമ്മുടെ ഈ ഒരു ആടലോടകത്തിൻ്റെ ഇലയിൽ നിറയെ വൈറ്റമിൻ സി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജലദോഷം, ചുമ, ബ്രോങ്കൈറ്റിസ് അങ്ങനത്തെ പ്രശ്നങ്ങൾക്കെല്ലാം വളരെ നല്ലതാണ്. ഞാനിവിടെ ഒരു 4 ഇലയാണ് എടുത്തത്. ശരിക്കും ഒരു 8 ഇല വരെ നമുക്ക് എടുക്കാം, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാനിതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ അപ്പച്ചെമ്പിൻ്റെ അടിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ ഈ ഇല നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം നമ്മൾ നിരത്തി വെച്ച് നമ്മൾ മൂടി വെച്ചൊന്ന് അതിനെ ആവി കയറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇതൊന്ന് സോഫ്റ്റായി, ഇലകളൊന്ന് സോഫ്റ്റായി കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ചെടി ചെറുതായതുകൊണ്ടാണ് ഞാൻ കുറച്ച് ആടലോടകത്തിൻ്റെ ഇല മാത്രം എടുത്തത്. നമുക്ക് കുറച്ചൊരു 5-8 എടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിന് നീര് കിട്ടും. ഇതിപ്പോൾ നമുക്ക് നീര് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. വാട്ടിയെടുത്ത ആടലോടകം നമുക്ക് പിഴിഞ്ഞ് നീരെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ഇതുപോലെ തന്നെ ആടലോടകം ഉപയോഗിച്ചിട്ടുള്ളവരുണ്ടാകാം. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ആടലോടകം വാട്ടിയെടുക്കുന്നത് എന്നുള്ള കാര്യം അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നീരാണ് നമുക്ക് ആടലോടകത്തിൻ്റെത് ഇപ്പോൾ വേണ്ടത്, ഒരു നേരം കഴിക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ അതിലേക്ക് നമുക്ക് തുല്യ അളവിൽ തേനും കൂടി ചേർത്തിട്ട്, ചെറുതേനും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പണ്ടിവിടെ അമ്മയ്ക്ക് ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ആടലോടകത്തിൻ്റെ ഇല കമ്പോട് കൂടി ഒഴിച്ചുകൊണ്ട് വന്നിട്ട് ഇതേപോലെ വാട്ടിപ്പിഴിഞ്ഞ് കുടിക്കുക, പല നേരം കുടിക്കുക. അപ്പോൾ ആ രീതിയിലാണ് രാവിലെയും വൈകുന്നേരവും ഒക്കെ നമുക്ക് കുടിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കഫക്കെട്ടും അതിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ നല്ല രീതിയിൽ തന്നെ മാറി കിട്ടുന്നതാണ് കേട്ടോ. നല്ല റിസൾട്ടുള്ള ഒരു കാര്യമാണ് ഇത്. കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ഇല വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അതിൽ നമ്മൾ ഒരല്പം തേനും കൂടി ചേർത്തിട്ട് കൊടുക്കുക. ആ ഒരു രീതിയിൽ നമുക്ക് 2 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് കൊടുക്കാം. വലിയവർക്ക് നമുക്ക് നീര് പിഴിഞ്ഞിട്ട് അതിൽ തേൻ ചേർത്ത് കഴിച്ചാൽ മതി. നമ്മുടെ രക്തത്തിലെ വിഷാംശം നീക്കാനായിട്ട് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ മുഖക്കുരു ഉള്ളവർക്ക് ഇത് ഗുണം ചെയ്യും. മഞ്ഞപ്പിത്തം അതുപോലുള്ള രക്തമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ചർമ്മ പ്രശ്നങ്ങൾക്ക് എല്ലാം നല്ലതാണ്. രക്തം ശുദ്ധീകരിക്കാനായിട്ട് ആടലോടകത്തിൻ്റെ നീര് നമുക്ക് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രഗ്നൻസിയിലുള്ളവർ, അതുപോലെ തന്നെ പ്രഗ്നൻസി എക്സ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരില്ലേ, അവരും ഇത് കഴിക്കാൻ പാടില്ല. കൂടുതലായിട്ട് കഫക്കെട്ടും കാര്യങ്ങളും ഉള്ളവർക്ക് 3 നേരം കഴിക്കാം, അല്ലാത്തവർക്ക് 2 നേരം കഴിക്കാം സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെങ്കിൽ. അപ്പോൾ കഫം ഇളകിപ്പോകാനായിട്ട് നല്ല സൂപ്പറായിട്ടുള്ള ഒരു റെമഡിയാണ്, ഒരു മരുന്നാണ് നമ്മളിപ്പോൾ കണ്ടതല്ലേ. ഇപ്പോൾ സ്റ്റീഫൻ ചേട്ടൻ ഇത് കുടിച്ച് കാണിച്ചു തരികയാണ്. ഇതൊക്കെ പഴയ കാലത്ത് ആദ്യമൊക്കെ കാരണവന്മാർ ഈ ഒരു ചുമയൊക്കെ വന്നാൽ നേരെ ആസ്പത്രിയിലേക്ക് ഒന്നും ഓടാറില്ല. നേരെ ആടലോടകത്തിൻ്റെ ഇല പറിച്ച് കൊണ്ടുവന്ന് ഇതുപോലെ ചൂടാക്കി വാട്ടിയതിന് ശേഷം പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത്, ഇതിപ്പോൾ നമ്മളൊരു സ്പൂണാണ് കുടിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ ചുമയും ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഹോം റെമഡീസ് ആണ് ട്രൈ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.